ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ നയനയുടെ ഗുണങ്ങളൊക്കെ. വയ്യാതാവുമ്പോഴേക്കും നയന മാത്രമേ ഉള്ളൂ ദേവയാനിയെ ഒന്ന് നോക്കാനായിട്ട്. അങ്ങനെ നയനയോട് കുറച്ചൊക്കെ സ്നേഹം തോന്നുകയാണ് ദേവയാനിക്ക്. അങ്ങനെ അവസാനം ജാനകിയും ജലജയും അനാമികയും കൂടി നയനെ ഉപദ്രവിക്കുന്നത് കണ്ട് മടുത്തിട്ട് ദേവയാനി തന്നെ കുടുംബത്തിൻ്റെ ഭരണം നയനയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂത്ത മരുമകൾ എന്ന നിലയിൽ ദേവയാനിയുടെ കയ്യിലുള്ള ആ കുടുംബത്തിൻ്റെ താക്കോല് അത് നയനയെ ഏൽപ്പിക്കുന്ന ഒരു വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ദിവസം എല്ലാവരും കൂടി രാവിലെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നയന വന്നിട്ട് ചോദിക്കുകയാണ് ദേവയാനിയോട്, അമ്മേ ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കേണ്ടത്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്താ ദോശമാവ് ഇരിപ്പുണ്ടോ? ആ ഉണ്ടമ്മേ, ദോശമാവുണ്ട്. അങ്ങനെയാണെങ്കിൽ ദോശ ഉണ്ടാക്കിക്കോ, ചമ്മന്തിയും സാമ്പാറും കൂടി ആയിക്കോട്ടെ എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അനാമികയും ജാനകിയും ജലജയും അവിടെയുണ്ട്. അനാമികയ്ക്കും ജാനകിക്കുമൊക്കെ അപ്പോൾ ഭയങ്കര ദേഷ്യമാണ് നയനയോട്. കാരണം ദേവയാനിക്ക് കുറേയൊക്കെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് നയനയെ. ദേവയാനി കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാണ്, ഓ അതെന്താ ദോശയും സാമ്പാറും ചട്നിയും ഉണ്ടാക്കുന്നേ, ഞങ്ങളുടെ ആരുടെയും ഇഷ്ടം ചോദിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനി പറയാണ്, അത് ജാനകി നിൻ്റെ ഇഷ്ടവും പറഞ്ഞോളൂ, അതവൾ ഉണ്ടാക്കിത്തരും. ഓ അങ്ങനെയൊന്നും വേണ്ട, ഇവിടെ ഇപ്പം ഒരാളുടെ ഇഷ്ടമാണല്ലോ നോക്കുന്നത്. ഏടത്തി എന്തു പറയുന്നോ അത് ഇവൾ ഉണ്ടാക്കിത്തരും. ഏടത്തിയും ഏടത്തിയുടെ മരുമകളും, അങ്ങനെയല്ലേ ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ഞാനുണ്ട്, എൻ്റെ മരുമകളുണ്ട്, ഞങ്ങളെയൊന്നും ആരും വില വയ്ക്കുന്നു പോലുമില്ല. ഞങ്ങളുടെ ഇഷ്ടം എന്താണ് അനിഷ്ടം എന്താണെന്ന് ആരും ചോദിക്കുന്നുമില്ല. ഏടത്തി എന്തെങ്കിലുമൊക്കെ പറയും, അത് നയനെ ഉണ്ടാക്കി വയ്ക്കും, അത് ഞങ്ങൾ വേണമെങ്കിൽ കഴിച്ചോണം, അതല്ലേ ഇവിടുത്തെ രീതി എന്നൊക്കെ പറയാണ് കേട്ടോ ജാനകി. അപ്പോൾ ജലജയും പറയുന്നുണ്ട്, അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രീതി, അതിനെക്കുറിച്ചൊക്കെ പറയാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയണം. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പം ദേവയാനിക്ക് എന്തോ വല്ലായ്മ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ നിനക്കിഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറ, അത് നയനെ ഉണ്ടാക്കും. ഇതിപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സാധാരണ ഈ രീതിയിലാണല്ലോ ഇവിടെ കാര്യങ്ങൾ പോകാറ്. അപ്പോഴേക്കും ജാനകി പറയാണ്, സാധാരണ പോലെ അല്ലല്ലോ ഇപ്പം നിങ്ങൾ അമ്മായിയമ്മയും മരുമകളും ഒന്നായില്ലേ. ഞങ്ങളൊക്കെ പുറത്തും നിങ്ങൾ എന്ത് പറയുന്നോ അതിൻ്റെ ഒരു വീതം ഞങ്ങൾ കഴിച്ചോണം, അതല്ലേ. അപ്പോൾ പറയുന്നുണ്ട്, നയനെ നീ എന്താന്ന് വെച്ചാൽ ജാനകിയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്ക് എന്ന് ദേവയാനി പറയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ചെറിയമ്മ ഉണ്ടാക്കേണ്ടത്? നീ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, നിനക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ ഉണ്ടാക്കിക്കോണം. ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട, ഞങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോളാം. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, അതെന്താ ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കൽ? അതെ, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തന്നെ അടുക്കളയിൽ കയറി സ്വന്തമായി ഉണ്ടാക്കിക്കോളാം, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇവളുണ്ടാക്കി തരുന്നതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, അതെന്താ ഇപ്പം അങ്ങനത്തെ സംസാരമൊക്കെ? ഈ വീട്ടിൽ രണ്ടടുക്കളയാക്കാനാണോ ഭാവം ജാനകി? ഏയ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഭാവമില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ രീതിക്ക് രണ്ടടുക്കളയോ മൂന്നടുക്കളയൊക്കെ ആകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മുത്തശ്ശിയും പറയാണ്, എന്താ ജാനകി ഈ പറഞ്ഞു വരുന്നത്? ഇപ്പോൾ ഇങ്ങനൊരു രീതി ഈ വീട്ടിലില്ലായിരുന്നല്ലോ. നയനമോൾ എന്തെങ്കിലും ഉണ്ടാക്കും, അതെല്ലാവരും കഴിക്കുകയാണല്ലോ ചെയ്യാറ്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കണം എന്നാണോ? അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി ഇടയ്ക്ക് കയറി ഇടപെടുകയാണ്. അമ്മ ഇനി ഒന്നും പറയണ്ട, ജാനകിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ ജാനകി പറയാണ്, കുടുംബ ഭരണമൊക്കെ കുറേ ഒരാളുടെ കയ്യിൽ തന്നെയല്ലേ എപ്പോഴും, അത് കൈമാറാനൊന്നും ആരും ഇതുവരെ തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പോഴേക്കും ഉടനെ ദേവയാനിക്ക് കാര്യം പിടികിട്ടുകയാണ്. അപ്പോൾ ദേവയാനി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ, ഞാനതിലൊന്നും ഇടപെടുന്നില്ല. പിന്നെ കുടുംബ ഭരണത്തിൻ്റെ കാര്യം, ആ താക്കോല് കൈമാറാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് ആർക്കാണെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഞാൻ ആ താക്കോല് കൈമാറുകയും ചെയ്യും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവാണ് കേട്ടോ. അതേസമയം വൈകുന്നേരം ആകുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, അമ്മേ ഞാൻ നാളെ തൊട്ട് ഓഫീസിൽ പോയിക്കോട്ടെ, അവിടെ കുറേ ഡിസൈനർ വർക്ക്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആദർശേട്ടൻ. അങ്ങനെയാണെങ്കിൽ പോവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാമായിരുന്നു.
അപ്പോൾ ദേവയാനി സമ്മതിക്കാൻ വഴിയില്ല എന്ന് ജലജയും ജാനകിയൊക്കെ അങ്ങ് വിചാരിച്ചിട്ട് അവർ പറയാണ്, ഇപ്പോൾ വിടും ഏടത്തി, ഇവളെ നോക്കി ഇരുന്നേച്ചാൽ മതി, ഇവളെ ജോലിക്ക് വിടും. ഏടത്തേക്കാണെങ്കിൽ ഇവളെ ഓഫീസിൽ പോകുന്നതേ ഇഷ്ടമില്ല, പിന്നെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഒന്ന് വിട്ടത് എന്നൊക്കെ ജാനകി പറയാം. അപ്പോഴേക്കും അനാമികയും പറയാണ്, പിന്നെ ഇനിയിപ്പോൾ ഓഫീസിൽ പോകാഞ്ഞിട്ടാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ നേരെയില്ല, അവളുടെ ഇങ്ങനെ ഇരിക്കട്ടെ, അല്ലേലും വലിയമ്മ വിടുവൊന്നുമില്ല എന്ന്. അപ്പോഴേക്കും പക്ഷേ നമ്മുടെ ജാനകി ഇങ്ങനെ പറയുകയാണ് കേട്ടോ, നീ ഓഫീസിൽ പോകാനോ? എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരാൻ നിനക്ക് നേരം തികയുന്നില്ല, അപ്പോഴാണോ നീ ഓഫീസിൽ പോകുന്നത്? അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നേച്ചാൽ മതി, അല്ലേലും ഏടത്തി അതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. നിനക്ക് നാണമില്ല ഏടത്തിയോട് ഇത് ചോദിക്കാനായിട്ട്? അങ്ങനെ അങ്ങ് അധികാരഭാവത്തിൽ ജാനകി പറയുന്ന കേൾക്കുമ്പം ദേവയാനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജാനകിയുടെ അധികാരവും ഭരണവും ഒക്കെ ആദ്യം മുതലേ തന്നെ ദേവയാനിക്ക് ദേഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവയാനി നയനയോട് പറയാണ്, നയന നാളെ മുതൽ ഓഫീസിൽ പോയിക്കോ, ഇവിടെ നിൽക്കണ്ട, രാവിലത്തെ കാര്യം എന്താച്ചാൽ ചെയ്തിട്ട് ബാക്കി ഓഫീസിൽ പോയിക്കോളൂ എന്ന് പറയണേ. അപ്പോൾ ഉടനെ തന്നെ ജലജ ചോദിക്കുകയാണ് കേട്ടോ, അയ്യോ അപ്പം ബാക്കി കാര്യങ്ങളോ, ഇവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ആരായിരിക്കും, ആരിതൊക്കെ ചെയ്യും? അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ്, അതിന് നിങ്ങൾ 3-4 പെണ്ണുങ്ങളില്ലേ, നിങ്ങൾ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്ക്, അല്ലാതെ എപ്പോഴും നയന തന്നെ ഉണ്ടാക്കണമെന്നില്ലല്ലോ. നയന വച്ചുണ്ടാക്കുന്നതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും വയറിനൊന്നും സുഖമില്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യുക, നയന നാളെ മുതൽ ഓഫീസിലും അങ്ങ് പോകട്ടെ എന്ന് പറയാണ്. ഇത് ഇവർക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദേവയാനി ഇത്രയും അങ്ങ് സ്വാതന്ത്ര്യമൊക്കെ നയനയ്ക്ക് കൊടുത്തപ്പോഴേക്കും ഇവർക്കങ്ങ് ഭയങ്കര ദേഷ്യമാവാണ്. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം തൊട്ട് നയനി അങ്ങ് ഓഫീസിൽ പോകുമ്പം ദേവയാനിയും അടുക്കളയിൽ കയറുന്നില്ല. അതേസമയം ജാനകിയും ജലജയും അനാമികയും കൂടെ അടുക്കളയിൽ കയറി പാചകം ചെയ്ത് തകർക്കുന്നുണ്ട്. അനാമികയാണെങ്കിൽ രസം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കറി വെച്ചിട്ട് അത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജലജയ്ക്ക്. ജലജ ടേസ്റ്റ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഇതെന്ത് കറിയാ മോളെ അനാമിക നീ വച്ചിരിക്കുന്നത്? അത് രസമാണ് അപ്പച്ചി. രസമോ? ഇതിനും രസം എന്ന് പേരിടുവോ? എൻ്റെ അമ്മേ, ഇവള് രസം വച്ചിട്ട് ഇത്രയും രസമാണെങ്കിൽ പിന്നെ സാമ്പാർ വയ്ക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ അവരെല്ലാം തട്ടിക്കൂട്ടുകയാണ്. അതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ നയന ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. കുറച്ച് മോഡേൺ ഡ്രസ്സിലൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് നയന ഇറങ്ങി വരുന്ന കാണുമ്പം മുത്തശ്ശി എല്ലാം പറയാണ്, നയന മോളങ്ങ് മാറിപ്പോയല്ലോ, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോഴേക്കും ദേവയാനിക്കും അത് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. നയനയുടെ ലുക്കൊക്കെ അങ്ങ് മാറി അടിപൊളിയായല്ലോ എന്ന്. അത് സമയം ജാനകിക്കും ജലജയ്ക്കും അനാമികയ്ക്കും കാണുമ്പോൾ ഭയങ്കര കുശുമ്പ് തോന്നുകയാണ്. ആ സമയത്ത് നമ്മുടെ ദേവയാനി പറയാണ് കേട്ടോ, ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം, ഈ വീടിൻ്റെ താക്കോല് കൈമാറണമെന്ന്. അതിനുള്ള സമയമായി എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. ഞാൻ തന്നെ ഇത് കെട്ടിപ്പിടിച്ചുകൊണ്ട് വയ്ക്കുന്നല്ലേ എല്ലാവരും പറയുന്നതിന്, അത് അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കാം, ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ദേവയാനി അകത്ത് പോയി ആ താക്കോൽ കൂട്ടം എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ ഈ താക്കോലിന് അവകാശപ്പെട്ടയാൾക്ക് ഞാനിത് കൊടുക്കുകയാണെന്ന് പറയാണ് കേട്ടോ. അപ്പം നവ്യുണ്ട് അവിടെ, നയനയുണ്ട്, അതുപോലെ അനാമികയുണ്ട്. ഇവരെല്ലാവർക്കും കൊടുക്കുന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട് കേട്ടോ. നവ്യയ്ക്ക് കിട്ടരുതേന്ന് ജലജ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, അനാമികയ്ക്ക് കൊടുക്കണേന്ന് ജാനകിയും പ്രാർത്ഥിക്കുകയാണ്. അനാമികയ്ക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ, അതുകൊണ്ട് അനാമികയ്ക്ക് കിട്ടുകയുള്ളെന്ന് ജാനകി പറയാണ്. പക്ഷേ അനാമികയുടെ നേരെ ഇങ്ങനെ താക്കോല് നീട്ടുകയാണ് കേട്ടോ ദേവയാനി. അതിനുശേഷം നയനയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, മുത്തച്ഛനും മുത്തശ്ശിക്കും നവ്യയ്ക്കും ഒക്കെ സന്തോഷമാവുകയാണ്. പക്ഷേ മറ്റുള്ള ആ കുശുമ്പ് കൂട്ടങ്ങൾ അവിടെ നിന്ന് പിറുപിറുക്കുവാണ്. ജാനകി ചോദിക്കുകയാണ്, ഇവക്കാണോ ഈ താക്കോല് കൊടുക്കുന്നത് എടുത്തി? അതെ, ഇവളല്ലേ ഇവിടുത്തെ മൂത്ത മരുമകൾ, എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ആദ്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്നത് ഇവളല്ലേ. ഇവളെ എടുത്തി മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ തൊട്ട് ഞാനത് അംഗീകരിച്ചു. ഇവളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അതുകൊണ്ട് ഇവക്ക് തന്നെയാണ് ഈ താക്കോൽ കൈമാറുന്നതും എന്ന് പറയുമ്പോഴേക്കും അവർക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭയങ്കര സന്തോഷമാണ്. ദേവയാനി, നിനക്കിപ്പോഴെങ്കിലും നേരം വെളുത്തല്ലോ എന്ന് മുത്തശ്ശി പറയാണ് കേട്ടോ. അങ്ങനെ ഇനി അടിപൊളി വിശേഷങ്ങളൊക്കെ വരാൻ കിടക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്